അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. കൃത്യം അതൊരു 1 ഇയർ എടുത്തു നമ്മളിത് കൊടുത്ത് കൈ കിട്ടാനാണ്. എന്നും ഏത് മാസം കൊടുത്തോ അത് കൃത്യം ഒരു മെയ് എന്താണ് കൊടുത്തത്, കൃത്യം അടുത്ത മെയ്യിൽ തന്നെ അങ്ങനെയാണ് കിട്ടിയ. കയ്യിൽ കൊടുത്തത് ഒരു വലിയ കഥയായിരുന്നു. പാർട്സ് കിട്ടാൻ ചില പാർട്സ് നമ്മൾ ഉദ്ദേശിച്ച ഈ ഡിസ്കിന്റെ സെറ്റ്, നമ്മൾ ഗ്ലാഡിയേറ്ററിന്റെ ഡിസ്ക് കിട്ടാൻ വേണ്ടി ഡിസ്ക് സെറ്റ്, ഹബ് കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ലേറ്റായി. പിന്നെ ഫ്രണ്ട് ഫോക്ക് കിട്ടാനായിട്ട് ലെഫ്റ്റ് എല്ലാം കിട്ടിയതല്ല, രണ്ട് സ്ഥലത്തു നിന്നാണ്. ഒന്ന് ബാംഗ്ലൂരിൽ നിന്ന് ലെഫ്റ്റ്, റൈറ്റ് ഹൈദരാബാദിൽ നിന്ന്. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളെല്ലാം ഒന്നു ചേർന്നൊരു വണ്ടിയാണ് എന്റെ വണ്ടി. അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്യു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. അങ്ങനെ കൂടുതൽ പാർട്സ് എല്ലാം പുറത്തുനിന്നാണോ സോഴ്സ് ചെയ്തത്? പാർട്സ് എല്ലാം ഞാൻ പറഞ്ഞ ഇതൊക്കെ മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ ഈ ഫ്രണ്ട് ഇതും ഹബ്ബൊക്കെ മാത്രമേ ഉള്ളൂ കിട്ടാനായിട്ട്. എനക്കറിയാം നീ ഞാനും കൂടെ ആയിട്ടാണ് ഒരെണ്ണം ഫ്രണ്ട് ഫോക്കിന്റെ ലെഫ്റ്റ് സൈഡ് മേടിക്കാനായിട്ട് ഒരു ദിവസം പോയി ഒരു സ്ഥലത്ത്, റൈറ്റ് വേറെ സ്ഥലത്ത്. നല്ല വിലയും ഒക്കെ വേണം പറഞ്ഞ്. ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന് കുറെ നാളുണ്ടായിരുന്നു. ആരൊക്കെ വിളിച്ച് പറഞ്ഞ് സാധനം കിട്ടാൻ ഒരു രക്ഷയില്ല, ഭയങ്കര ഡിമാൻഡും. കിട്ടി, സാധനം കിട്ടി. പിന്നെ അവസാനം ഇത് കൃത്യം നമ്മൾ 1 ഇയർ ആയി ഈ സാധനം ഇതെല്ലാം കൂടെ കഴിഞ്ഞ് കിട്ടാനായിട്ടും എടുത്ത്. പിന്നെ എല്ലാ ദിവസവും ഞാൻ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഈ സാധനം കൈ ഓരോ ദിവസം പണി ചെയ്യാൻ. ആക്കും കുറച്ച് സ്ലോ ആയിരുന്നു, എന്നിരുന്നാലും കൈ കിട്ടും. ഞാനായതിന്റെ പേരിൽ പിന്നെയും നടന്നു. പിന്നെ അതിന് മുന്നേ കൊടുത്തിരുന്ന വണ്ടി വരെ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അതാണ് എൻ്റെ അറിവ്. കാരണം ഇപ്പൊ ആ കട പൂട്ടി, ഇപ്പൊ ആ കട ക്ലോസ് ചെയ്തു, വർക്ക്ഷോപ്പ് ക്ലോസ് ചെയ്തു. പക്ഷെ ഇപ്പോഴും ആ വണ്ടികൾ മുന്നേ ചെയ്യാതിരുന്ന വണ്ടികൾ കൊടുത്തിട്ടില്ല എന്നാണ് എന്റെ ഒരു ഇത്. ഇപ്പോഴും ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് വർക്ക്. ഇനി തീർക്കോ ദൈവത്തിന്. എന്തോ ഷോപ്പ് ഇല്ല 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 വേറെ ഒരു 2ാമത്തെ പ്രാവശ്യം ഒരു ഷോപ്പ് ഇവിടെ തുടങ്ങിയായിരുന്നു. അതിനുശേഷം അതും ക്ലോസ് ചെയ്തിട്ട് പോയി. പുള്ളിക്ക് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് എന്തോ അങ്ങനെ നിന്ന് വിവരമൊന്നും ഇല്ല ഇപ്പൊ അധികം. പിന്നെ പോകും. മെയിൻ്റെനൻസ് എല്ലാം നമ്മൾ വെസ്റ്റ്ഫോർട്ടിന്റെ അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെയാണ് ചെയ്യുന്നത്. മെയിൻ RX ഒക്കെ ചെയ്യുന്ന വർക്ക്ഷോപ്പാണ്. ഫോർട്ട് ഇരിക്കുന്നതിന്റെ സൈഡിൽ തന്നെയാണ്. അപ്പൊ ഇത് ഇത്ര ലാഗാവാൻ ഈ പാർട്സിന്റെ ഡിലേ ആണോ സീനായത്? പാർട്സിന്റെ ഡിലേ ഉണ്ട്. പാർട്സ് കിട്ടാനായിട്ട് ഏകദേശം ഒരു വർഷം പകുതി തന്നെ ഫുൾ പാർട്സും കിട്ടാനായിട്ട് ടൈം എടുത്തു. പാർട്സ് കൈ കിട്ടിയ ശേഷമാണ് പുള്ളിക്കാരൻ ഇതെല്ലാം പൊളിച്ചത് തന്നെ. ഈ വണ്ടി അവിടെ കിട്ടി കറക്റ്റ് ഒരു 6 മാസമൊക്കെ ആയപ്പോഴാണ് പുള്ളിക്കാരൻ ഈ വണ്ടി ഇതൊക്കെ പൊളിച്ചത്. പിന്നെ 6 മാസം തന്നെ ഈ പൊളിച്ച് വൃത്തിയാക്കി പിന്നെ ഒന്നുകൂടെ റീസെറ്റ് ചെയ്ത് ബാക്കിയുള്ള സാധനങ്ങൾ പിന്നെ മാറ്റിയപ്പം ചീസ് അടക്കം മാറ്റിയായിരുന്നു. ചീസിന്റെ അവിടെ ഇവിടെയൊക്കെ നല്ല തുരുപ്പ് എടുത്തിട്ട് ചെറുതായിട്ട് ദ്രവിച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ചീസ് അടക്കം മാറ്റി. ഇപ്പം ഇതിനകത്ത് പഴയത് എന്ന് പറയാനായിട്ട് എഞ്ചിനുണ്ട്, സിലിണ്ടറുണ്ട്. പിന്നെ എഞ്ചിനും സിലിണ്ടറൊക്കെ തന്നെയാണ് പഴയത്. പിന്നെ സൈഡ് കവർ അതും പഴയത്. സൈഡ് കവർ അത് പുതിയ നല്ല ക്വാളിറ്റിയിൽ നല്ല കിട്ടാത്തതിന്റെ പേരിൽ നമ്മൾ പഴയ സാധനം തന്നെ യൂസ് ചെയ്തു. ബാക്കിയുള്ള എല്ലാം പുതിയതാണ്. ഇപ്പൊ ഇതിന്റെ ഈ പാർട്സിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണ്? സോഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇപ്പോഴും നിലവിലെ കണ്ടീഷൻ? ഇതാവുന്നുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കിള്ളിപ്പാലത്തെ പ്രിൻസിലാണ് മെയിനായിട്ട് ഈ RXന്റെ പാർട്സ് ഒക്കെ വരുന്നത്. എല്ലാം ജെന്യൂൻ പാർട്സ് ആയിരിക്കണമെന്നില്ല. ചിലതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട്, ചില സാധനങ്ങളൊക്കെ. പക്ഷെ സാധനങ്ങൾ കിട്ടൂലെന്നല്ല, കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ ഈ ഫോർക്ക് കാര്യങ്ങളൊക്കെ അതൊന്നും ഒട്ടും കിട്ടത്തില്ല. അത് ഈ പറഞ്ഞ വേറെ ഏതെങ്കിലും സ്ഥലത്തുള്ള പൊളിക്കുന്ന വണ്ടിയിലോ അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. പൊളിക്കുന്ന വണ്ടിയാവാം, മോഷണം പോകുന്ന വണ്ടികളായിരിക്കും അങ്ങനെ കിട്ടുന്നുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ പാർട്സ് ഒന്നും ഇങ്ങനെ കിട്ടത്തില്ല. ഇങ്ങനത്തെ ഭയങ്കര ഇതായിട്ടുള്ള പാർട്സുകൾ. ബാക്കി അകത്തുള്ള ഈ വയർ, കേബിൾ അങ്ങനത്തെ സാധനങ്ങൾ, ഓയിൽ സീല് അങ്ങനെ ഇങ്ങനെയൊക്കെ അതൊക്കെ കിട്ടും. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇതിന്റെ ഒരു മെയിൻ്റെനൻസ് ഫീസ് എന്ന് പറയും, അതെങ്ങനെയാണ്? ഇത്ര കിലോമീറ്ററിൽ വെച്ചാണ് ചെയ്തു പോകുന്നത്? മെയിൻ്റെനൻസ് എന്ന് പറയാൻ ഒന്നും ഇല്ല മുതലാളി. ഇതൊക്കെ ഒരു ഫുൾ മാൻ പവറിൽ ഓടുന്ന വണ്ടിയാണ്. ഹലോ, ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി അതാണ് ഈ മാൻ പവർ ബ്ലോക്ക്. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല ആക്ച്വലി.
എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോ ഇത് RS ഉള്ള ആളുകൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നെ വല്ല ചീത്തയും വിളിക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കൊക്കെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എൻ്റെ അകത്ത്. അല്ലടാ ഇതിന്റെ ഗിയർ ഓയിൽ അങ്ങനെ ഇതൊക്കെ ഗിയർ ഓയിൽ ചേഞ്ച് ആകും, പക്ഷെ അത് വണ്ടി കിലോമീറ്ററിലാണ് ഇതിപ്പം നിനക്കറിയാലോ നമ്മളെ സാധാരണ ഉള്ള പോലെ ഈ ഇപ്പോഴത്തെ വണ്ടികളിലുള്ള പോലത്തെ എഞ്ചിനോ ടൈമിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. അല്ലടാ ഈ ഗിയർ ഓയിൽ മാറാൻ ഒരു ഇന്റർവെൽ ഇന്റർവെൽ ഉണ്ട് പറയുന്നുണ്ട്, പക്ഷെ ഞാനൊരു ഐഡിയയിൽ ഓടും. ഞാൻ അധികം ഓടുന്നില്ലല്ലോ, എന്നാലും ഞാനൊരു എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു 2000 കിലോമീറ്റർ തന്നെ ഓടാനായിട്ട് ചിലപ്പോൾ ഒരു 1 ഇയർ എടുക്കുമായിരിക്കും. ഇപ്പം അധികം ഓട്ടം കുറവാണ്, 2000 കിലോമീറ്റർ ഓടാൻ 1 ഇയർ എടുക്കുമായിരിക്കും. ചിലപ്പോൾ ആ 1 ഇയറിലായിരിക്കും ചിലപ്പോൾ ഞാൻ മാറുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ പലരും ചിലപ്പം ഒരു 6 മാസത്തിൽ മാറ്റുമായിരിക്കും, അല്ലെങ്കിൽ 5-4 മാസം അങ്ങനെയൊക്കെ മാറ്റുമായിരിക്കും. ഇങ്ങനെ ആയിരിക്കും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെ മാറേണ്ടി വന്നില്ല. എന്തെങ്കിലും മാറുകയാണെങ്കിൽ തന്നെ ഈ ക്ലച്ച് കേബിള്, ആക്സിലേറ്റർ കേബിള്, ബ്രേക്കിന്റെ പാഡ് അങ്ങനെയൊക്കെ അത് ആവുന്ന ടൈമിൽ വണ്ടി എന്തെങ്കിലും എന്ന് ഒരു സിഗ്നൽ തരാണെങ്കിൽ മാത്രം ഞാനൊന്ന് ജസ്റ്റ് കൊണ്ട് കാണിക്കുക. അല്ലാണ്ട് പോകുന്ന ഒരു കംപ്ലൈന്റും ഇല്ല, വണ്ടിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല, എനിക്കും ഒരു കംപ്ലൈന്റും ഇല്ല. അത്രേ ഉള്ളൂ. ഓണർ. ഇത്രയും വർഷമായിട്ട് ഈ വണ്ടി നിങ്ങളുടെ ഫാമിലി തന്നെ ഉള്ളൊരു മെമ്പറിനെ പോലെ അല്ലേ? അപ്പോൾ അതിന് ഇപ്പോൾ ഒരു മറക്കാനാവാത്ത ഒരു അനുഭവം എന്താണ് ഈ വണ്ടിയായിട്ട്? മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴായിരുന്നാലും ഈ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പം എനിക്കൊരു ഫീലുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ളൊരു ഫീലുണ്ട്. ഒരു സോളോ ഡ്രൈവ് പോകുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അതിൻ്റെ ഒരു മെയിൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് പിന്നെ കുറച്ച് നാളിന് മുന്നേ ഒരു കുറച്ച് നാൾ മീൻസ് ഒരു വർഷം മുന്നേ, 1 വർഷം മുന്നേ ഇവൻ എന്നെ ഇങ്ങനെ രാവിലെ വണ്ടി എടുത്തോണ്ട് പോവാം, ജസ്റ്റ് ഒന്ന് ഡ്രൈവിന് പോയിട്ട് വരാമെന്നും പറഞ്ഞു. வேண்டாப்பா, ஏற்கனவே ஒரு தடவை பட்டாப்பட்டி டிராயரோட நிக்க விட்டவே. உன்னை நம்பி வந்தா தெருவுல ஜட்டியோட ஓட வேண்டியது இருக்கும். நான் வரல, நீ கிளம்பு. பத்திரமா கூட்டிட்டு போறேன்டா, ஏறு. சரி வர்றேன், ஆனா உன் ரூட்ல நான் வர மாட்டேன். ஏன் ரூட்ல நீ ஓட்டிட்டு போகணும். ஓகே. എന്തും എവിടെ എന്ത് ഇത് ഏതൊക്കെ പോകാനായിരുന്നു പറഞ്ഞ ട്രിപ്പല്ല, രാവിലെ വിളിച്ചിട്ട് പറഞ്ഞത്. ഈ രാവിലെ വിളിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു, വാ രാവിലെ നമുക്ക് നല്ല ക്ലൈമറ്റ്, വാ നമുക്കൊന്ന് വണ്ടി ജസ്റ്റ് ഒന്ന് അതിലൊന്ന് കൊണ്ടുപോയി ഓടിച്ചിട്ട് വരാം. ഇവനും ഓടിച്ചു, ഞാനാണെങ്കിൽ ഈ ജസ്റ്റ് ഹെൽമെറ്റിന്റെ ഈ ഇയർബഡ്സ് വെച്ചേക്കുന്നത് ജസ്റ്റ് ഈ പാട്ട് ഇങ്ങനെ പ്ലേ ആയി കിടക്കും. ഇല്ലീഗൽ ഇല്ലീഗൽ അതെന്നാ പറയുന്നതിന് ചെയ്യും. വേറെ കാര്യം അങ്ങനെ കൊണ്ടുപോയി എന്താ പറയാ പോവാ ഇങ്ങനെ. என்ன ஸ்பீடு, எவ்வளவு சீக்கிரம் கூட்டிட்டு வந்த பத்தியா? ரொம்ப தேங்க்ஸ் திருமலை. ഏതോ ഒരു സ്പോട്ട് ആയപ്പം ഒരു ബോർഡ് കണ്ടത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പമ്പ 5 കിലോമീറ്റർ. என்னடா இன்டர்வியூ போகும் முன்னாடியே ரிசல்ட்ட சொல்றாரு. மெட்ராஸ்ல இது எந்த ஏரியாடா? அக்கடே சூடு. அக்கடையா? திருப்பதி நகராட்சி உங்களை அன்புடன் வரவேற்கிறதா? ഇത് നമ്മൾ വഴിയേക്ക് പോയതാണല്ലേ? നല്ല അത് എനിക്ക് തന്നെ തെറ്റിയത്, ഇവന്റെ കൂടെ പോയത്. അത് ഞാൻ എന്തൊക്കെ ആലോചിച്ച് ഓടിച്ചോണ്ട് പോയി. അത് ആലോചിച്ച് തീർന്ന പങ്ക് എത്തിയേ. അതെ, അവിടെ പമ്പ 5 കിലോമീറ്റർ. ഞാനാണെങ്കിൽ വല്ലാണ്ടായി. ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ഒരു അങ്ങോട്ടോ എവിടെയൊക്കെ ആയിരിക്കും പോകുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് കഴക്കൂട്ടോ അങ്ങോട്ടോ എല്ലാം പോയിട്ട് കറങ്ങി തിരിച്ചു വരുന്ന ടീഷർട്ട് കിട്ടാണ്ട് ഞാൻ ഇറങ്ങിയേ. അപ്പൊ ഇവൻ പോയി കുറച്ചങ്ങോട്ട് പോയപ്പോ നല്ല ക്ലൈമറ്റ്, ഇവിടെ നിന്ന് ചെറിയ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ അവിടെ ചെന്നപ്പോ വെയിലായി. അതെനിക്ക് അടുത്ത ദിവസം എനിക്ക് പണിയായി, കൈയൊക്കെ നല്ല നീയല്ല ടീഷർട്ട് ഇട്ട് കൈ കാണിച്ചു. നീ എന്താ പറഞ്ഞ, നീ അതുവരെ പോയിട്ട് വരാന്ന് പറഞ്ഞ, നീ എന്നെ കൊണ്ട് പമ്പ വരെ പോയി. അടുത്ത ജില്ല ഇല്ല നോക്കിയപ്പോ പമ്പ വരെ അവിടെ വരെ എത്തിയപ്പോ എന്തോ മറ്റേ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ പമ്പ വരെ എത്തി, ഞാൻ ശബരിമല കണ്ടിട്ട് വരാന്ന്. ஆந்திரா வரைக்கும் வந்துட்டோம், நான் போய் சிரஞ்சீவியை பாத்துக்கிட்டு வந்துடுறேன். திருவான்மியூர்ல கிளம்புற என்ன டேக் டைவர்ஷன் ஊரெல்லாம் சுத்த விட்டு கடைசியில திருப்பதியில கொண்டு வந்து விட்டீங்களா എന്നും പറഞ്ഞ ഞാൻ അവിടെ നിന്ന് പാതി കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ഞാൻ എന്തായാലും ഇതുവരെ എത്തില്ല, ഞാൻ ശബരിമല കണ്ടിട്ട് വരാം. അല്ല ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല, വണ്ടി ഓടിച്ചിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണണമെന്ന് ഞാൻ പോയി. തിരിച്ചു പോയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ പോയി ഇൻസ്റ്റഗ്രാമിന്റെ ഫോട്ടോ എടുക്കണില്ല. അപ്പൊ അതെന്ന് മനസ്സിലാക്കേണ്ട അതാണ് എന്റെ, ഞാൻ പറഞ്ഞ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ആസ്വദിച്ച് ഓടിക്കുന്നതിന്റെ കാര്യം അതാണ്. ഞാൻ വഴിയൊന്നും നോക്കുന്നില്ല, ഏതാണ് സമയം നോക്കുന്നില്ല. അതെ, ഒരു സംശയം. ഈ പറഞ്ഞ കഥ വെച്ച് ഇത് എനിക്കല്ലേ കൂടുതൽ ചെയ്യണ്ട, ഞാനല്ലേ അങ്ങനെ നോക്കാതെ പോയത്. താൻ അവിടെ എത്തിയപ്പോ സമയം നോക്കി തിരിച്ചു വീട്ടിൽ പോയില്ലേ? ഇല്ല, ഞാൻ അവിടെ എത്തിയ സമയത്ത് ആരും എന്നെ കോൾ ചെയ്ത സമയത്ത് ഈ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു നോക്കിയപ്പോഴാണ് സമയം ഇത്ര
അപ്പോഴാണ് ഇങ്ങനെ നോക്കിയപ്പോ ഒരു ബോർഡ്, പച്ച ബോർഡ് നോക്കിയപ്പോ പമ്പ. ഇപ്പൊ കറക്റ്റ്. ഇല്ലെങ്കിൽ പിള്ളേച്ച കള്ളം പറഞ്ഞാണ് പേടിയല്ലയോ. അങ്ങനെ ഇത് ഒരു ഞാൻ പറഞ്ഞില്ലേ, വണ്ടി പണി ചെയ്ത ശേഷം ഞാൻ അങ്ങനെ അച്ഛന് അങ്ങനെ വണ്ടി അധികം അങ്ങനെ വണ്ടി അങ്ങനെ കൊടുത്തു വിടാറില്ല. നിനക്ക് തന്ന ആളല്ലേടാ. തന്ന ആളാണ്, പക്ഷെ ആ വണ്ടി ഇപ്പോഴും അച്ഛന്റെ കയ്യിൽ കൊണ്ടായിരുന്നെങ്കിൽ ഈ വണ്ടി ഈ രൂപത്തിൽ ഇപ്പൊ ഇരിക്കത്തില്ല, ശ്രദ്ധിക്കത്തില്ല. ഉള്ള വണ്ടിയെ സൂക്ഷിക്കത്തില്ല, ഉള്ള കാര്യം പറയാറില്ല, സൂക്ഷിക്കത്തില്ല. എന്താ ഇത് വായിക്കാൻ അല്ല, എനിക്ക് അറിയാൻ പാടിട്ട് ചോദിക്കുക, എന്താണ് അച്ഛന്റെ ഉദ്ദേശം? അടയ്ക്കാണ് ഈ മടിയിൽ വെക്കാം, അടയ്ക്കാൻ വരെ ആയാലോ. എന്റെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലൊക്കെ ഞാൻ കൊണ്ടുപോകുന്നത്. ഇതുപോലെ ഓരോ തന്തമാരുണ്ടായാ മതി, മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോകും. അവിടെ എന്നെ ഇനി മുറിന്ന് പുറത്തിറങ്ങരുത്. അത്താഴം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല, നോക്കിക്കോ. ഞാൻ നേരത്തെ കഴിച്ചു. അങ്ങനെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി അങ്ങനെ ഞാൻ ആരെങ്കിലും ഞാൻ തുടിക്കാറില്ല, ആർക്കും ഞാൻ അങ്ങനെ കൊടുക്കാറില്ല, ചോദിച്ചു കൊടുക്കാറില്ല. ആകെ ഓടിക്കുന്നത് ഞാനും ഇവനും മാത്രമാണ് ഓടിക്കുന്നത്. അത് ഇവൻ ഓടിക്കുന്നത് തന്നെ ഞാൻ കൂടെ ഉള്ളപ്പോൾ മാത്രമാണ് ഓടിക്കുന്നത്. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഈ വണ്ടി അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഉണ്ട് വിചാരിച്ചു. അങ്ങനെ വേണോടാ, വണ്ടി എപ്പോഴും ഒരാൾ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പം കുറഞ്ഞ വണ്ടി ഇപ്പം ഇതൊന്നല്ല, ഒരു സ്പ്ലെൻഡർ ആണെങ്കിൽ തന്നെ ആയിക്കോട്ടെ. സ്പ്ലെൻഡർ ആണെങ്കിൽ തന്നെ അത് ഇപ്പം ഒരു വീട്ടിലൊരു ഭാഗമാണ്. അതെന്ന് പറഞ്ഞാൽ അത് പിന്നെ വെളിയിൽ നിന്ന് ഞാൻ എനിക്ക് അത്രത്തോളം ക്ലോസ് ഉള്ളതുകൊണ്ടാണ് നീ ഓടിക്കുന്നത്, അല്ലെങ്കിൽ അത് ഓടിക്കില്ല. ഇനി ബൈക്കിൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇഷ്ടപ്പെടാത്ത കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്കതിലെന്താ ഇഷ്ടപ്പെടാത്തത്? എനിക്കിഷ്ടപ്പെടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടായികയല്ല, ആ ബൈക്ക് ആ ഒരു പർപ്പസിനുള്ളതല്ല. അതായത് ഞാൻ കൂടുതലും കുറച്ച് ദൂരത്തോട്ടൊക്കെ ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പം നമ്മളന്നിപ്പം ആലപ്പുഴ ട്രിപ്പ് പോയപ്പോഴാണെങ്കിലും എനിക്ക് ആദ്യം ഓടിച്ചപ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു ഫീലായിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും റിയാലിറ്റി കിക്കിൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല. റീസൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ റീസൺ സൗണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ ഇരിക്കാൻ പറ്റാത്ത രീതിയിലോട്ട് മാറും. പിന്നത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈബ്രേഷൻ. കഴിക്കാതെ നല്ല പെയിൻ വരും. അന്ന് എനിക്ക് ഗ്ലൗസ് ഇല്ലായിരുന്നു. ഗ്ലൗസ് ഇട്ടാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ വൈബ്രേഷൻ ആൻഡ് അടുത്ത കാര്യം കഴിഞ്ഞാൽ ബ്രേക്കിംഗ് മോശമാണ്. അത് നമ്മൾ ഇവൻ്റെ വണ്ടിയിൽ ഡിസ്ക് ഉണ്ട്, സ്റ്റിൽ എനിക്ക് ഓർമ്മ ഉണ്ടെന്നുണ്ട്, ഒരു ഹോണ്ട സിറ്റി ഷാർപ്പായിട്ട് ബ്രേക്ക് ചെയ്തു. ഇത് സ്കില്ലാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഒരു ലക്കെന്നാണ് എനിക്ക് തോന്നുന്നത് വണ്ടി നിർത്താൻ പറ്റിയത്. എൻജിൻ ബ്രേക്കിങ്ങും അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്കും യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. പക്ഷെ അത് കുറച്ച് എനിക്ക് തോന്നുന്നു ഒരു സെക്കൻഡും കൂടെ ഞാൻ ലേറ്റ് ആയിരുന്നെങ്കിൽ കൺഫേം ആയിട്ട് അത് ക്രാഷ് ആകുമായിരുന്നു. എന്തോ ഒരു ഭാഗ്യം എന്നാണ് ഞാൻ ഇന്നും കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അത് എൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്നു. സോ വണ്ടിയിൽ വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെയിറ്റ് ഉള്ളതുകൊണ്ടാണ് നിന്നത്. അപ്പോൾ സിംഗിളായിട്ട് ഓടിക്കുകയാണെങ്കിൽ ആ ഒരു ഇതും എനിക്ക് തോന്നുന്നില്ല. അത് കുഴപ്പമൊന്നുമല്ല ഞാൻ പറയുന്നത്. ബൈക്ക് വളരെ ലൈറ്റായിട്ട് കൺസെപ്റ്റ് ചെയ്ത ഒരു ബൈക്കാണ്. അപ്പോൾ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് ഓടിക്കുക. ഇപ്പോൾ ഇനി എടുക്കാൻ അതിന് പ്ലാൻ ഉണ്ടെങ്കിൽ കെയർഫുള്ളായിട്ട് ഓടിക്കുക. നമ്മൾ കുറച്ച് നേരത്തെ നമുക്കൊരു കാൽക്കുലേഷനാണ്. നമ്മൾ കുറച്ച് നേരം ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടിക്കോളും. ഒരു രീതിയിൽ ഓടിച്ചവരെ കുഴപ്പമില്ല. പക്ഷെ നമുക്കതൊരു കുറച്ച് ദൂരത്തോട്ടൊക്കെ ഓടിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യില്ല. നമുക്കിപ്പോൾ ഒരു വീക്കെൻഡ് റൈഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ അടുത്തൊക്കെ ജസ്റ്റ് എടുത്ത് കറങ്ങിട്ട് വരാനുള്ളതല്ലാതെ ഡെയിലി കമ്മ്യൂട്ടിങ് ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നടക്കൂല. കാര്യം നമ്മുടെ പൊല്യൂഷൻ ഒരു ഫാക്ടറാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബൈക്ക് ഓടിച്ചാൽ എന്താവാൻ എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷേ സ്റ്റിൽ അതൊരു ഫാക്ടറാണ്. നമുക്ക് പിന്നെ ഡെയിലി ഇത് കൊണ്ട് നടന്നാലും ഇപ്പം ഞാനൊന്ന് ഓടിച്ചിട്ട് വന്നപ്പോഴും എനിക്ക് രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ സൗണ്ട് നമുക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. നമ്മളിപ്പം ആ ഒരു ഫീൽഡിലോട്ട് പോകും. അപ്പം നമ്മൾ ഡെയിലി ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല നമുക്കൊരു കംഫർട്ട് ഓഫർ ചെയ്യുന്ന വണ്ടിയല്ലേ. ഇതൊരു പാഷൻ്റെ പുറത്തൊരു ഫീൽഡ് നമുക്ക് ഓടിക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. ഒരു വീക്കെൻഡ് റൈഡ്സാണ് ഞാൻ കൂടുതൽ ഈ ഒരു ബൈക്ക് എൻ്റെ ഒരു കിട്ടുകയാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യും. ഇത്രയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ തന്നെ എനിക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്താൽ പോലെ നീ പറ. താങ്കളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഓ എന്ന് ആലപ്പുഴ പോയപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാർ എന്നെ നന്നായിട്ടൊന്ന് തേച്ച്. എന്താ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് അതിന് നീ ഓടിച്ചോ, ഞാൻ ബാക്കി ചെയ്യുന്ന സ്ഥലമോ കാണട്ടെ. സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പിന്നെ അങ്ങോട്ട് ഞാൻ ഓടിച്ച് തിരിച്ചും ഞാൻ ഓടിച്ചു. അതോടെ എനിക്ക് നല്ല സുഖമായിരുന്നു.
ഇത് കാര്യമില്ല. എനിക്കങ്ങനെ വലിയ ഇതായിട്ടൊന്നും തോന്നുന്നു. നമ്മൾ കൂടുതൽ ഇങ്ങനെ ഓടിക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ മടുപ്പ് വരും. ഈ ടൂർ പോകാനുള്ള വണ്ടി സെറ്റപ്പ് അല്ലല്ലോ ആക്ച്വലി. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വണ്ടിയല്ല. ഇങ്ങനെ ഇതൊരു സ്ട്രീറ്റ് മറ്റേ സ്ട്രീറ്റ് ഓടിക്കുന്ന അങ്ങനത്തെ ഒരു സാധനമാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒരു വൈബിന് ഓടിക്കാം. പിന്നെ അങ്ങനെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പറ്റും. നമുക്ക് നമ്മുടെ സിറ്റിക്കകത്ത് കിടന്ന് ഓടി ചെയ്യാനായിട്ടുള്ള നല്ലതുണ്ട്. നമുക്കൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കെടുത്ത് നല്ല ത്രോട്ടിൽ കൊടുത്ത് പോവാം. അങ്ങനെ അല്ലാണ്ട് നമുക്കൊരു ടൂറിന് പോകാൻ പറ്റിയ വണ്ടിയല്ല. ടൂറിന് പോകുന്ന കുറെ ആളുകളുണ്ട്. അവര് എങ്ങനെയൊക്കെയാണ് എനിക്ക് മറ്റേ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ അവർ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാർ. സീറ്റിംഗ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചൊക്കെ ആയിരിക്കും പോകുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് മറ്റേ ട്യൂബുള്ള ടയറൊക്കെയാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടും. മറ്റേ ആ ഒരു സ്കീമും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറെ റിസ്കുകളും കാര്യങ്ങളും ഇതിന് ഉണ്ട്. അത് വേറെ. എനിക്കതിൽ പറയാനുള്ളത്, പലരും ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണെങ്കിലും കാണാം, പലരും ഇതുപോലുള്ള വണ്ടികൾ 2 സ്റ്റോക്ക് വണ്ടികളൊക്കെ എടുത്ത് ടൂർ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് റിസ്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇപ്പൊ ഈ വണ്ടികളൊക്കെ നമുക്ക് ഓടിക്കാൻ നല്ല രസമാണ്. ഇപ്പൊ ഈ RX-100 ആണെങ്കിലും പവർ ടു വെയിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ അക്രമമാണ്. ഈ ബൈക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ചില സമയം എനിക്ക് നമ്മളൊരു എൻ്റെ 615 കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ ഈ ബൈക്കോട്ട് എടുത്തെങ്കിൽ ഒരു സൈക്കിളിൽ നമ്മളൊരു പവർഫുൾ എഞ്ചിൻ എടുത്ത് വെച്ച പോലെയാണ്. അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ്, അത്രയ്ക്ക് പവർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്യുക, തിരിച്ചുകൊണ്ട് വയ്ക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾ ഇത്രയും ദൂരത്തോട്ടൊക്കെ ഈ വണ്ടി എടുത്തിട്ട് പോയി എന്തെങ്കിലും പറ്റിപ്പോയതാണ്. ടൂറൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ കേപ്പബിൾ ആയിട്ടുള്ള വേറെ മോട്ടോർ. അതിപ്പോ നീ പറഞ്ഞ ശരിക്കുള്ള കാര്യം. അത് മീൻസ് നമ്മളിപ്പം ഈ വണ്ടിയും കൊണ്ട് നമുക്കിപ്പോ ദൂരെ പോയെന്ന് വിചാരിച്ചു. ദൂരെ നമ്മളെ ഒരു ഡിസ്ട്രിക്ട് വിട്ട് നമ്മളെ വെളിയിൽ പോയി. പിന്നെ അവിടെ നിന്ന് ഈ വണ്ടിയും കൊണ്ട് തിരിച്ച് വരുന്നവരെ ടെൻഷനാണ്. അതുള്ള കാര്യം. എനിക്കും ഫീൽ കിട്ടും. കാരണം ചില സമയത്ത് നല്ല ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് പെട്രോൾ നല്ല രീതിയിൽ ഇറക്കും. പെട്രോൾ എവിടെ വെച്ച് തീരും. പക്ഷെ പെട്രോൾ പമ്പ് ഉള്ളതുകൊണ്ട് ആ ഒരു ഇതുണ്ട്. പിന്നെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ടയർ പഞ്ചർ ആവരുത്. അങ്ങനെ ഒരു സ്കീമുണ്ട്. അങ്ങനത്തെ കുറെ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ എവിടെങ്കിലും വെച്ച് ഇതാവോ, ഇത് പിന്നെ അതൊരു സീന. ഇനി അതിനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. പിന്നെ അതിന് ടയർ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആളെ കിട്ടും. പിന്നെ അങ്ങനെ ഒരു ടെൻഷനോടെയാണ് ഈ സാധനം കൊണ്ടുപോയി തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുന്നത്. അത് ഉണ്ട്. അല്ലാണ്ട് വരുമ്പോൾ കുഴപ്പമില്ല. പിന്നെ ഇപ്പോഴും ഈ ഒരു RX വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവരോടാണ്, വാങ്ങിക്കാം. പക്ഷെ പ്രാക്ടിക്കലി ഇത് അത്രത്തോളം നല്ലൊരു ബൈ അല്ല എന്നുള്ളത് ഒരു പ്രാക്ടിക്കൽ സംഭവമാണ്. പിന്നെ നിങ്ങൾക്ക് അത്രത്തോളം ഈ വണ്ടിയുടെ പാഷനാണ്, ഇത് ഓടിച്ചേ തീരുള്ളൂ, എനിക്കിത് വാങ്ങിച്ചേ തീരുള്ളൂ, അത്ര ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ കൊണ്ടുപോയി ഇതിന്റെ പൊല്യൂഷൻ എടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് പൊല്യൂഷൻ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, പൊല്യൂഷൻ എടുക്കാൻ പറ്റുന്നില്ല. പൊല്യൂഷൻ എടുക്കുന്ന ആളുകളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെയാണ് എടുക്കുന്നത്. ചിലപ്പോൾ ഈ വണ്ടിയും കൊണ്ടൊക്കെ വെച്ചിട്ട് വേറെ ഏതെങ്കിലും വണ്ടികളൊക്കെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയായിരുന്നു ചെയ്യുന്നത്. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ആ കൈ ഇങ്ങോട്ട് നീട്ടിയേ, ഇതങ്ങോട്ട് പിടിക്കുക. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഉഷ്ണേന ശാന്തികൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ. കാരണം ഇപ്പൊ ഈ RX-ന് പുക വരരുത്. അവർക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചെയ്തൊക്കെയാണ്. അങ്ങനെയാണ് ഗൈഡ് ചെയ്തേക്കുന്നത്. ഇപ്പം ഇത്ര നമ്പറിൽ പോകത്തുള്ളൂ, ഇത്ര പോയിന്റ്, അതിന്റെ അളവൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത്ര പോകത്തുള്ളൂ. അത് RX-ന് പുക വരും. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ RX-ന് പുക വരും. അല്ല, പുക വരാണ്ട് അവര് പൊല്യൂഷൻ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കൂല. പിന്നെ അതൊരു ഇതാവും. പിന്നെ പൊല്യൂഷൻ ഇല്ലാണ്ട് എവിടെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ 2000 രൂപ വരും. ഈ ചുമ്മാ കൂട്ടി വെച്ച് 2000 രൂപ ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു ദിവസം ഒരാൾക്ക് വണ്ടി വിൽക്കുകയാണെന്ന് വിചാരിച്ചോ. വിൽക്കുന്ന സമയത്ത് നമ്മളെന്തൊക്കെ ക്ലിയർ ചെയ്യണം? പെനാൽറ്റി മൊത്തം ക്ലിയർ ചെയ്യണം. ഡിസ്മാൻഡിൽ ചെയ്യണമെങ്കിലും ക്ലിയർ ചെയ്യണം. എല്ലാം ക്ലിയർ ചെയ്തേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സമയത്തല്ല ഇതെല്ലാം കൂടി നിന്ന് അവസാനം ഒരു വലിയത്. ഞാനിപ്പോൾ ഇത് എന്തോ അഡ്ജസ്റ്റ് ചെയ്ത് ഇതും എൻ്റെ മൈൻഡിൽ കിടപ്പുണ്ട്. അതുകൊണ്ടും കൂടെ തന്നെയാണ് ഞാനിത് അധികം വെളിയിലോട്ട് ഇറക്കാത്തത്. ഇറക്കി എന്തെങ്കിലും ഇനി പണിയായി വയ്യ. അതൊരു ഇത് കിടപ്പുണ്ട്. പിന്നെ ഇത് കുറെ പേര് പറയുന്നുണ്ട് തമിഴ്നാട്ടിലൊക്കെ കൊണ്ടുപോയി അല്ലെങ്കിൽ വേറെ നാഗർകോവിലൊക്കെ കൊണ്ടുപോയി അവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലത്, അത്രയും നല്ലത്. ചെയ്ത് കിട്ടിക്കഴിഞ്ഞു. ഹൈ സ്പീഡൊക്കെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഹൈ സ്പീഡ് ആക്കാനായിട്ട് ഞാൻ ഒന്നുമില്ല ചെയ്തിട്ടില്ല. പിന്നെ ഹൈ സ്പീഡ് ആക്കുന്നെങ്കിൽ ഗിയർ ബോക്സ് ചേഞ്ച് ചെയ്യണം. ഇതിന് ഭയങ്കര റേറ്റ് മാറും ചെയ്യണ അതെടുത്ത് വെക്കുക എന്നുള്ളതൊക്കെ. അതുകൊണ്ട് അത് ചെയ്തില്ല. പക്ഷെ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഒരു ഗിയറും കൂടെ എക്സ്ട്രാ അഡീഷണൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയായിട്ട് നിൽക്കും. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച്
കാലക്ക് കൈ കൊടുത്തനെ ഇല്ലടാ. അപ്പം അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് ഞാൻ എക്സ്ട്രാ അഡീഷണലി ഇതിനകത്ത് എന്തോ ചെയ്തത്, ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാൻ സംഭവങ്ങളും ചെയ്തിട്ടില്ല. ആ സമയത്തൊക്കെ എന്തോ ഫീച്ചേഴ്സ് പറയാൻ പറ്റില്ല. നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പണ്ട് ഈ ഇത് ചെയ്തു പോകുന്ന സമയത്ത് നമ്മള് ഡീ ക്ലച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ല ഇതുണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ അല്ല, പണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സമയത്തുണ്ട് കണ്ടീഷനിൽ നമ്മളൊക്കെ നല്ല കൈ കൊടുത്ത് പോകുമ്പോൾ ഡീ ക്ലച്ച് ചെയ്യുമ്പോഴൊക്കെ നല്ല ഒരു ഇത് കിട്ടാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് ആളുകളുടെ വക രീതിയിൽ ഡി ക്ലച്ചിൽ നിന്ന് സി ക്ലച്ചിലോട്ട് മാറും, സി ക്ലച്ചിൽ നിന്ന് വേറെ കുറെ ക്ലച്ചിലോട്ട്. അടുത്ത അല്ല, ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. കഴിക്കൂ ജിലേബി ലഡു കഴിക്കൂ. നമുക്ക് വേറെ എപ്പിസോഡ് ചെയ്യാം. വേറെ നീ അപ്പൊ ഇത് ഒരു മെഗാ സീരിയലാക്കാൻ പോവോ? അതിന് താല്പര്യമില്ല, അതുകൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ഇനിയും ഉണ്ടോ? എന്താന്ന് വെച്ചപ്പോട്ടെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ ബൈക്കിലോട്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്ലാനുണ്ട്? വേറെ ബൈക്കിലും അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പണ്ടായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ നീ ഒരു വെള്ള ബുള്ളറ്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ 648 അടിച്ച ഏതെങ്കിലും ബുള്ളറ്റ് കണ്ടാൽ അത് എന്റേതായിരിക്കും എന്ന് ഞാൻ കൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാര്യം ചോദിക്കുന്നത്. പണ്ട് ബുള്ളറ്റ് ഒരു ഇതായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെ ബുള്ളറ്റും അങ്ങനെ ഒരു താല്പര്യം ഇല്ല. യമഹ എനിക്ക് എപ്പോഴും ഒരു ഇത് തന്നെ. എനിക്ക് ആ വണ്ടിയുടെ കമ്പനിയോട് എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. കമ്പനിയോടത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ ആ കമ്പനി എന്ന് പറഞ്ഞ ബ്രാൻഡിനോട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ എനിക്ക് ആ വണ്ടി എടുക്കുക, ആ ഒരു വണ്ടി എടുത്തിട്ട് സർവീസ് സെന്ററിൽ കയറ്റാണ്ട് ഇവിടുത്തെ അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി വർക്ക് ചെയ്ത് അങ്ങനെ ആ വണ്ടിയും കൊണ്ടൊക്കെ പോവുക എന്നുള്ളൊരു മാത്രമാണ്. സർവീസ് സെന്ററിൽ പോകാത്തത് അത് ഫ്ലാഷ് ബാക്ക്.